കൊള്ളാവോ? വാ നമുക്ക് തുടങ്ങാം. ഗുഡ് ബോയ് ആയിട്ടിരിക്കും. സൈക്കോ അല്ലായിരുന്നു ഗുഡ് ബോയ് ആണ്. സൈക്കോ എങ്ങനെ പറ, എങ്ങനെയാ തുടങ്ങണ്ട? ഹലോ, വെൽക്കം ബാക്ക്. ഇത് ഞങ്ങൾ ടെമു വ്ലോഗ് ആയിട്ടാണ് വന്നേക്കണത്. അഫോർഡബിൾ ഷോപ്പിംഗ് ഹോൾ. അഫോർഡബിൾ ആയിട്ട് എന്താ വാങ്ങിച്ചത് നോക്കാം. കണ്ടാലോ? ഞാൻ അന്ന് കുറച്ച് സംഭവങ്ങൾ ഷോപ്പ് ചെയ്തായിരുന്നില്ലേ, കബോർഡിൽ വെക്കാനെന്ന് പറഞ്ഞത്. അത് ഞാൻ വീണ്ടും ഷോപ്പ് ചെയ്ത കാര്യം ഇതിന്റെ അകത്ത് കുറേ കാര്യം. ഞങ്ങൾ കുറേ അത്യാവശ്യം ക്ലോത്ത്സ് ഉണ്ട്. അപ്പൊ പിന്നെ വെക്കുമ്പോ വൃത്തികേടായിട്ട് ഇരിക്കും. അതെപ്പോഴും എല്ലാ ആഴ്ചയും ശരിയാക്കാനത് സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് കൊള്ളാമെന്ന് തോന്നിയോണ്ട് ഞാൻ കുറേ വാങ്ങിച്ചത്. പിന്നെ കബോർഡിലോട്ട് നല്ല അന്ന് ഞാൻ കാണിച്ചതാണ്. എന്നാലും ഒരെണ്ണം ഒന്നുകൂടി പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതെല്ലാം വെക്കാൻ പറ്റിയ, കബോർഡിന് വെക്കാൻ പറ്റിയ സാധനങ്ങളാട്ടോ. ഇതില് സോക്സും കാര്യങ്ങള് അല്ലെങ്കിൽ ഇന്നേഴ്സ് അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയത്. നല്ല രസമുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇത് ഞാൻ ഓൾറെഡി സെയിമാണ് വാങ്ങിച്ചേക്കുന്നത്. എന്നാലും പൊട്ടിച്ച് കാണിക്കാം. ഇത് അന്ന് വാങ്ങിച്ചപ്പം എനിക്ക് ഫസ്റ്റ് വാങ്ങിച്ചത് ഞാൻ വിചാരിച്ച് അത്ര രസം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ മെറ്റീരിയൽ വെച്ചപ്പോൾ കുറേ വെക്കാനും പറ്റി. നല്ല ഒതുങ്ങിയിരിക്കണം. അപ്പം നമുക്ക് പിന്നെ എപ്പോഴും വൃത്തിയാക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇത് അന്ന് വാങ്ങിച്ച സെയിം സംഭവം തന്നെ കേട്ടോ. സെയിം തന്നെയാണ് എല്ലാം ഞാൻ അങ്ങനത്തെയാണ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ചില ഡിഫറെൻറ്റ് എല്ലാം കബോർഡിന് വേണ്ടിയുള്ള സംഭവങ്ങൾ വാങ്ങിച്ചത്. കബോർഡ് നല്ല ഒതുക്കി വെക്കാൻ വേണ്ടി ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരെണ്ണം മാത്രം പൊട്ടിച്ച് നിങ്ങളെ കാണിക്കാം. ഇതെങ്ങനെ അതേപോലെ അത് അത്യാവശ്യം കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നോക്കട്ടെ, ഇത് എന്തിനാണ് വാങ്ങിച്ചത്. ഇത് ഓരോന്ന്, ഇത് ജീൻസ് അങ്ങനെയൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടി കുറേ ഇതേപോലത്തെ ക്ലിപ്സ് ഒരു 10 എണ്ണം അങ്ങനെ വാങ്ങിച്ചു. കാര്യം കബോർഡ് നല്ല ഭംഗിയിലിരിക്കും. കബോർഡ് നന്നായിട്ട് വെക്കാൻ വേണ്ടി ഞാൻ ഇത് കുറേ വാങ്ങിച്ചായിരുന്നു. ഇപ്പം എല്ലാം നിങ്ങൾ കണ്ടില്ല. അല്ലാതെ 2 സംഭവങ്ങളാണ് വാങ്ങിച്ചേക്കുന്നത്. ഒരെണ്ണം വാച്ചിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാച്ചിൻ്റെയും ഫോണിൻ്റെ കവേഴ്സ് അടിപൊളിയായിട്ട ചെമ്മൂല. അപ്പം അത് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. അത് എപ്പോഴും കാണിക്കണോണ്ട് ഞാൻ വീണ്ടും കാണിക്കുന്നത്. പിന്നെ ഇത് എനിക്കിങ്ങനെ ഇത് പർച്ചേസ് ചെയ്തപ്പോൾ ഒരു ക്യൂട്ടായിട്ട് തോന്നിയത് കൊണ്ട് ഞാനിത് നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ വെക്കാൻ പറ്റിയ സൈസില കോമ്പാട്ടോ. ഇത് ഓക്കെ അമ്മ ഒരു മിനിറ്റ്. രസമുണ്ട് കേട്ടോ. ഇത് ഒരു റിബൺ പോലത്തെ. അതെവിടെ വെക്കണ്ടേന്നൊക്കെ കണ്ടുപിടിക്കണം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ വെക്കാം. ഇതിങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ എന്തോ ഇരുന്നേച്ചു വന്നിട്ട് ഇങ്ങനെ ഹാൻഡ് ബാഗിൽ നമുക്ക് വെക്കാം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് ഇത്രയുള്ളു അല്ലെ? സോ ഇന്ന് ഇത്രയുള്ളു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് നല്ല ഉപകാരം കേട്ടോ. കാര്യം കബോർഡ് നമ്മൾക്ക് എപ്പോഴും ക്ലീൻ ആക്കേണ്ട ആവശ്യം വരില്ല. അപ്പം ഇത് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇന്നത്തെ വ്ളോഗ് ഇതോടെ നമുക്ക് ഇത് നിർത്തിയാലോ. ഓ
അങ്ങനെയും വെക്കാട്ടോ. എങ്ങനെ വെക്കണ സാക്ക് പോക്കറ്റിൽ വെച്ചോണ്ട് നടക്കൂന്നാണ് പറയണത്. ഇങ്ങനെ വെക്കാം അല്ലേ? ഇൻസേർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഓക്കെ, എല്ലാ വ്ളോഗും സപ്പോർട്ട് ചെയ്യണ ഒരുപാട് താങ്ക് യു. സോ ഇനി വേറൊരു വീഡിയോ നാളെ കാണാം. ബൈ. ഒരു ബൈ പറഞ്ഞു.